പാപ്പാനെ അനന്തു പാപ്പാൻ എണീക്കണില്ലേ? 6 മണിയായി. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. എന്തോ മുഖം പൊത്തിരിക്കുന്ന പാപ്പാനെ അനന്തും പാപ്പാൻ മുഖം പൊത്തിരിക്കുന്നു. രാവിലെ വിളിച്ചപ്പോൾ വീഡിയോ എടുക്കുന്ന ചുമ്മാ ഇവിടെ ആണെങ്കിൽ തണുപ്പത്ത് മനുഷ്യൻ്റെ ഊപ്പാടിളകി പോവും. ഷീറ്റല്ലേ. അടുത്ത കൊല്ലം ഞങ്ങൾക്ക് വീടൊക്കെ സെറ്റാവും. കൊല്ലം പാന വന്നല്ലേ ഉള്ളൂ. ഗഡി അവിടെ ഒന്ന് തിന്നുണ്ട്. രാവിലെ എന്നെ വിളിച്ചണിപ്പിച്ചു. എനിക്ക് വല്ലതും തിന്നാൻ പറ്റിയിട്ട് എന്നിട്ട് പോയി കിടക്കടാന്ന്. ഞങ്ങൾ 6 മണിക്ക് എണീക്കാറുണ്ട്. 5:30 ആകുമ്പോൾ എണീക്കും. ഇന്ന് ഇത്തിരി കിടക്കാം ഉറങ്ങാമെന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ ഗഡി വിളിച്ചണിപ്പിച്ച് കറക്റ്റ് 6 മണിക്ക് പുള്ളി വിളിക്കാൻ തുടങ്ങും. തിന്നാൻ തന്നിട്ട് പോയി കിടക്കടാ എന്നുള്ളൊരു സാധനം. എന്താണ് രാവിലെ തന്നെ പുള്ളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണിച്ച് നിൽക്കുക. 9 മണിയാകുമ്പോൾ കിടത്തുറങ്ങും. പിന്നെ 6 മണിയാകുമ്പോൾ പിന്നെ രാത്രി എണിച്ച് തിരിഞ്ഞ് കിടക്കലും പറഞ്ഞ് കിടക്കലൊക്കെ ഉണ്ട്. അതന്നെ നിൻ്റെ കാര്യം തന്നെ പറഞ്ഞേ. ഇപ്പം തന്നെയല്ലേ നിനക്ക് ഞാൻ 3 വാഴപ്പിണ്ടി വെട്ടിയിട്ട് തന്നേ. നീ എന്താ കളിക്കുക ആണോടാ? നീ കുറച്ച് നേരം അവിടെ നിൽക്ക് കേട്ടാ. പിന്നെ എന്ത് നിനക്കുള്ള കോട്ട വരണ്ടേ? ആ നിനക്കുള്ള ഡെയിലി ഉള്ള ബിസ്ക്കറ്റ് വരണ്ടേ? ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ആടണു. എനിക്കുള്ളതാന്ന് തരാൻ. എനിക്കുള്ളത് തരില്ല. ഇപ്പം തരില്ല. ഇപ്പം തരില്ല. കുറച്ച് കഴിഞ്ഞ് തരാം. കുറച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടാ. ഇപ്പം തരില്ല. അതോ ഇവിടുത്തെ പണിക്കാർ. ഒരു 5-6 ദിവസം കൂടി മന്നതേക്കൊന്ന് വിട്ട് ഒന്നും കൂടി ഒന്ന് ഇതാവാൻ്റെ. ഇന്നത്തേക്ക് ഇപ്പോൾ വാഴയുണ്ട്. ഇന്നത്തേക്കുണ്ട്. വെട്ടിക്കോളാൻ പറഞ്ഞു. അത് മൊത്തം വെട്ടിക്കോളാൻ പറഞ്ഞു. അവിടെ കുറേ നാൾ വെട്ടാൻ്റെ.
ആ ആ ചില്ലാച്ചാട്ടം വന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ നിങ്ങൾ എല്ലാം മൊത്തം വെട്ടിയെടുത്തോ? ആ അത് നല്ല വാഴയാണ്, ചെറിയ വാഴ. ആ ഇന്നിപ്പോൾ പ്രവി ഇല്ലല്ലോ, പ്രവി അനിയൻ്റെ കല്യാണമല്ലേ, അതുകൊണ്ട് പോയിക്കോ. ആ ഞാൻ 5 മണിക്കുണ്ട്, ദേവത്തുണ്ട്. കൊച്ചു മുതലാളി നോക്കൂ നോക്കൂ നോക്കൂ. ചേട്ടാ അച്ഛനെ വിളിക്കൂ. അനന്ത് പാപ്പൻ എന്താണ്? ഈന്തപ്പഴം ഈന്തപ്പഴം അവല് ചോളം ലൈറ്റുണ്ട്. ആ സെറ്റല്ലേ? ഓക്കെ. ചോറ് ചോറാവട്ടെ. ഇന്ന് ചോറ് ഇന്നല്ല, എന്നും ചോറുണ്ട്. നമ്മൾ രണ്ടാൾ മാത്രമായില്ലേ? ആ അച്ഛൻ വന്നിട്ട് കൊടുക്കാം. എല്ലാവരും ചോദിക്കണത് നമ്മുടെ ഡെയിലി ലൈഫ് എന്തൊക്കെയാണ്, നമ്മളൊരു ദിവസം ചെയ്യണത്, ആനയുടെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയാണ് ചോദിച്ചത്. നമുക്കതൊക്കെ ചെറുതാക്കിയിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കണ്ടേ? അതെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓ നോക്കൂ നോക്കൂ. ആ ഐ നീ ഈ ലോകത്തുള്ള ആൾക്കാരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നേ? എന്നിട്ട് തിന്നാൻ കൊടുക്കുമില്ല. ദേ അതിനൊന്നും പോയി പിടിക്കണ്ട. ഇങ്ങോട്ട് വാ, വാലാട്ടി ഇങ്ങോട്ട് വരണത് കാണിച്ചു തരാം. വാ. അനന്തപ്പാപ്പാനെ ഇവിടുത്തെ ആനപ്പണി എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളിയാ. ഇവിടുത്തെ അടിപൊളിയാ. ഒരു കുറവുമില്ല. നമുക്കെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ നടക്കാം. നമ്മുടെ പണി കഴിയുക, നമ്മളെവിടെയെങ്കിലും പോയി കിടക്കുക. അല്ലാതെ രാത്രിയിലും പകരം അങ്ങനൊന്നും ഇല്ല. നമുക്ക് റെസ്റ്റ്, ഉച്ചയ്ക്ക് നമുക്ക് റെസ്റ്റ്, പിന്നെ വൈകിട്ട് റെസ്റ്റേ ഉള്ളൂ. റെസ്റ്റേ ഉള്ളൂ അല്ലേ? മുതലാളി പണി കഴിയും. ഒരു 10 മണി ആകുമ്പോൾ എല്ലാ പണിയും കഴിയും. നിറയിലെ പണി എല്ലാം കഴിഞ്ഞ് പിന്നെ പണി എന്ന് പറഞ്ഞാൽ പിന്നെ തീറ്റ വെട്ടാൻ, ഇപ്പം തീറ്റയുണ്ട്, ഇന്ന് വെട്ടാൻ പോകണ്ട. അപ്പോൾ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു 4:45 ആകുമ്പോൾ ചോറ് കൊടുക്കുക. ചോറ് കൊടുത്ത് ജമ്പ് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി തീറ്റയും വെട്ടിയിട്ട് കൊടുക്കുക. നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കുക. സത്യം പല്ലി സത്യം പല്ലി ഇത്ര ഉള്ളു പരിപാടി. വേറെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പം രാവിലെ ഇപ്പം അവല് കൊടുക്കുക, അത് തറി വൃത്തിയാക്കുക. പിന്നെ അങ്ങനെ രാവിലെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അടുക്കള ഞാനൊരു സാരം വെറുതെ ഇരിക്കില്ല, അവിടെ തൂത്തോടെ തൂത്ത് ഇങ്ങനെ ഇരുന്നോളൂ. അന്തപ്പൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. നന്നപ്പന് രാവിലെ തറിയൊക്കെ വൃത്തിയാക്കി എല്ലാ പരിപാടികളും കഴിച്ച് നന്നപ്പന് തിന്നാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നന്നപ്പൻ കുറച്ച് തിന്നിട്ട് പിന്നെ ആടിക്കൊണ്ടിരിക്കുക. എന്ത് തേങ്ങയാണോ ഇത്രക്ക് വന്നുള്ള ആടായിരിക്കുന്നത്? ഏയ് എന്താപ്പാ, എന്ത് പറ്റി? അത് ആ വാഴപ്പിണ്ടിയൊക്കെ പിന്നെ വേറെ ആരെങ്കിലും തിന്നാൻ വരുമോ? എന്നൊക്കെ പറക്കി തിന്നോ, നല്ല പണിയുണ്ട് ഇന്ന്. അതാ തറിയൊക്കെ വൃത്തിയാക്കി പരിപാടികളൊക്കെ കഴിച്ചു. ആൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വണ്ടിയിലുണ്ട്. ആൾ നിന്ന് ആടിക്കൊണ്ടിരിക്കുക. എന്ത് എന്ത് ഇതിനോട് പറയാം അവിടെയൊക്കെ അടിച്ചു വരാൻ. എന്നെ വിളിച്ചിട്ട് അവിടെയൊക്കെ അടിച്ചു വരാൻ പറയും. അല്ല അപ്പുറത്ത്
തറി അടിച്ചു വാരുക കഴിഞ്ഞ് അല്ല ആ പുല്ലിട്ട് കൊടുത്തതാ. ആ പുല്ലിട്ട് കൊടുത്തപ്പോൾ എരണ്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. വേണം വേണ്ടാന്ന് വിചാരിച്ചിട്ടേ വരില്ല. പക്ഷെ നാളേക്ക് ആകുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആവും കേട്ടോ. നാളേക്ക് ആകുമ്പോഴത്തേക്കും നല്ല പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ വീട് കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ചെറിയൊരു റൂം. അങ്ങനെ നമ്മുടെ നന്ദപ്പൻ്റെ ലോക്കറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ ഉള്ള സ്ഥലത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കിടക്കണ സ്ഥലം. ഞങ്ങൾ എണീറ്റിട്ട് രാവിലെ കണി കാണുന്നത് നന്ദപ്പനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാചകം ചെയ്യുന്ന സ്ഥലം. ചോറൊക്കെ ആയി 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ചോറാവും. നന്ദപ്പനുള്ള ചോറ്. കഴിഞ്ഞില്ലേ? മുതലാളി ഫുഡ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുട്ടക്കറി. നമുക്ക് കുറച്ച് ബീഫ് ആക്കിയാലോ ഒന്ന്. ഞായറാഴ്ച അല്ലേ, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. എന്താപ്പോ എന്താപ്പാ കുറച്ചേരം ആടാണ്ട് നിന്നൂടെ? എന്ത് വാഴപ്പിണ്ടിയാ? വാഴപ്പിണ്ടിയാണോ വേണ്ടേ? രണ്ടെണ്ണം കിട്ടിയാൽ കൊള്ളാം. എന്താ വേണ്ടേ? ചൂണ്ടി കാണിച്ചേ. എന്നിട്ടാന്ന് ചൂണ്ടി കാണിച്ചാൽ തരാം. ചൂണ്ടി കാണിച്ചാൽ തരാം. എന്താ വേണ്ടേ? രണ്ട് വാഴപ്പിണ്ടി കിട്ടിയാൽ കൊള്ളാമായിരിക്കും അല്ലേ? മിണ്ടണില്ല. അനന്തോ കുട്ടി മിണ്ടണില്ല. കുട്ടിക്ക് 2 വാഴപ്പിണ്ടി വെട്ടിയിട്ട് കൊടുത്തേ. അത് വേണമെങ്കിൽ ഓക്കെയാണ്, ഒക്കെ സെറ്റാണ്. വാഴപ്പിണ്ടി കിട്ടിയ അടിപൊളി അല്ലേ? നല്ല അടിപ്പം പിണ്ടി കിട്ടിയില്ലേ പ്രാവശ്യം? ഇങ്ങോട്ട് മറ്റേത് കൊല വെട്ടിയതിൻ്റെ വട്ടണ്ട, ചെറുതാണല്ലേ അത്. പൊളിക്കണം അത്. പിന്നെ അത് പൊളിയത്തി പുതിയത് കിട്ടിയപ്പോ അത് കഴിക്കുന്നതാണ്ടോ? പഴയതോടെ മാറ്റി വെച്ചൊക്കെ എന്തിനാന്നറിയോ? വൈകുന്നേരം അല്ല കാറ്റ്. രാത്രിയാണ് പുള്ളിയുടെ തീറ്റ. രാത്രി കിടക്കും എഴുന്നേക്കും കഴിക്കും. രാത്രി ഒന്ന് കിടക്കും, പിന്നെ എഴുന്നേക്കും, പിന്നെ ഒന്ന് കഴിക്കും, പിന്നെ കിടക്കും. ഇത് തന്നെ പരിപാടി. ഇന്നലെ എത്ര മണിക്ക് കിടന്ന്? നേരത്തെ കിടന്നില്ല. 8:30 കിടന്നില്ലേ? 8:30 കിടന്നു.
പിന്നെ അത് കഴിഞ്ഞ് 10:30 ചാടി എഴുന്നേറ്റു. 10:30 കഴിഞ്ഞപ്പോൾ വിദ്യാടം പറഞ്ഞു കടന്നോളാൻ പറഞ്ഞു. അപ്പോഴേ രണ്ട് പൂ വെച്ചപ്പോഴേക്കും കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം ഓക്കെ. 6 മണിയായപ്പോൾ എനിക്ക് എന്നിട്ട് പോവാൻ തുടങ്ങി. നമുക്ക് പിന്നെ അലാറത്തിൻ്റെ ആവശ്യമില്ലല്ലേ? ഇല്ല, വേണ്ട. കറക്റ്റ് 6 മണിക്ക് നമ്മൾ വിളിച്ചെണിപ്പിക്കൂലേ? പിന്നെ അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള ആളാണ്. പിണ്ടി താടാ എൻ്റെ മുതലാളി. നീയൊക്കെ നിനക്കൊക്കെ പൈസ നിർത്തിയേക്കണത് എന്നെ നോക്കാനാടാ അല്ലേ? എന്ത് നമ്മള് പറയുന്ന കാര്യം എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാലേ? ഇതെങ്ങനെ കൊമ്പും തുമ്പിക്കയും വന്നേ ഉള്ളൂ. അതെ, മനുഷ്യനായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ? മനുഷ്യനായിരുന്നു തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ. അതെന്താണെന്നറിയാമോ? നമ്മളവരെ മനസ്സിലാക്കണോണ്ടാ. അവരുടെ ഓരോ കറക്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് മനസ്സിലാവും. അതെ, അങ്ങനെയല്ലേ വേണ്ടേ? പിന്നെ നമ്മൾ കമ്പനി ബേസിൽ കൊണ്ടുനടക്കല്ലേ നല്ലത്. ചില ആനകളൊക്കെ ആണെന്നുണ്ടല്ലോ പെട്ടെന്ന് ഒന്നും പിടി കിട്ടത്തുമില്ല. അതെന്താണെന്നറിയാമോ? നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ എന്ത് സാധനത്തിനായാലും മനസ്സിലാക്കണ്ടേ? ആനപ്പണിക്ക് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടെന്നുള്ളത് നിനക്ക് ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത്? പിന്നെ നീ കണ്ട ആനപ്പണിയും ഇവിടുത്തെ ആനപ്പണിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? വ്യത്യാസമാണ്. അവർ 24 മണിക്കൂർ പണിയെടുക്കുന്നു, നമ്മൾ 2 മണിക്കൂർ പണിയെടുക്കുന്നു. ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇവിടെ റെസ്റ്റാ. പിന്നെ ഞങ്ങൾ 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ബൂസ്റ്റ് കുടിക്കാൻ പോകും, ചായ കുടിക്കാൻ പോകും. പിന്നെ കറക്കോ അങ്ങോട്ട് ഇങ്ങോട്ട്. അതല്ലേ നമുക്ക് വേണ്ടേ? പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ പോകുന്നു, ഷവർമ കഴിക്കുന്നു. ഫുഡ് നല്ല കഴിക്കണം. എന്തിനാണെന്നറിയാമോ? നമ്മൾ ഇതൊന്നും നോക്കണ്ട. നമ്മുടെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ചാർജ് ചെയ്യാം. ഇവർ ചാർജ് ചെയ്യണ സമയത്ത് നമ്മൾ നല്ല വയറ് നിറച്ച് ആഹാരം കഴിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് ആനയുടെ ഒപ്പത്തിനൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഡാ, നിനക്ക് വാഴപ്പിണ്ടി വെട്ടിട്ട് തന്നാ? കേട്ടാ നീ? വേട്ടാ കേൾക്കാൻ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല എന്നാ. എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ പോയിക്കണണ്ട. ഇവിടെ കയറിക്കടാ, ഇങ്ങോട്ട് കയറിക്കാൻ. ഇങ്ങോട്ട് കയറിക്കാൻ. എന്നോട് നിനക്ക് ചെവി കേൾക്കണില്ലേ ഞാൻ പറഞ്ഞിട്ട്? ഇനി അത് പറക്കി തന്നേ. പറക്കി തന്നോ? വെയിലത്ത് പോയിക്കണോ? ഒറ്റെണ്ണം ഇല്ലാണ്ട് ഒക്കെ തിന്നോണം, അല്ലെങ്കിൽ പച്ചവെള്ളം തരില്ല ഞാൻ. വഴക്ക് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നോണ്ടാ. മൊത്തം തിന്നോണം കേട്ടോ, ഒരെണ്ണം പോലും ബാക്കി വെച്ചാക്കല്ലേ, ഇടിച്ച് ഞാൻ മൂക്ക് വരുത്തും.
അയ്യോ കഴിയണേ കേട്ടോ.